നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കുന്നത്തുനാട് താലൂക്കിൽ ഐക്കരനാട് പഞ്ചായത്തിൽ കടമറ്റം കരയിൽ നെല്ലിപ്പിള്ളിൽ ഗോവിന്ദന്റെ ഭവനം. തൻ്റെ നല്ല പ്രായത്തിൽ മകൻ, സഹോദരൻ എന്ന നിലയിൽ കുടുംബത്തോടുള്ള കടമകൾ നിർവഹിച്ച ഇദ്ദേഹം അല്പം വൈകിയാണ് വിവാഹം കഴിച്ചത്. അമ്മിണി എന്ന തൻ്റെ ഭാര്യയുമൊത്ത് 2-3 വർഷം സന്തോഷത്തോടെ ജീവിക്കവെയാണ് പൊടുന്നനെ അമ്മിണിക്ക് പ്രഷറിൻ്റെ അസുഖം കൂടി വന്നത്. വിശദമായ പരിശോധനയിൽ അമ്മിണിയുടെ 2 വൃക്കകളും രോഗഗ്രസ്തമാണെന്ന ഞെട്ടിക്കുന്ന സത്യം അവരെ മാനസികമായി തകർത്തു കളഞ്ഞു. എൻ്റെ പേര് അമ്മിണി, എൻ്റെ വീട് കടമറ്റാണ്. എനിക്ക് 18 വർഷം മുമ്പ് ഒരു വയറുവേദന വന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. BP ഒക്കെ കൂടി, അത് അബോർഷനായി പോയി. പിന്നെ ഒരു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കിഡ്നിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ 2 കിഡ്നിയും മുഴുവൻ സിസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അത് മാറ്റി വയ്ക്കണം എന്നുള്ള തീരുമാനമാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. മാറ്റി വയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. അന്ന് മുതൽ 18 വർഷമായിട്ട് ഞാൻ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. പെയിന്റ് പണിക്കാരനായ ഗോവിന്ദൻ തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും ചികിത്സ തുടർന്നു പോരുകയായിരുന്നു. എന്നാൽ കാലക്രമേണ അമ്മിണിയുടെ 2 വൃക്കകളും പൂർണ്ണമായി പ്രവർത്തനരഹിതമാവുകയും ജീവൻ നിലനിർത്തുവാൻ ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തു വരികയുമാണ്. എൻ്റെ പേര് ഗോവിന്ദൻ. എൻ്റെ വീട് കടമറ്റത്താണ്. കടമറ്റം പള്ളിയുടെ ഒക്കെ അടുത്ത്, ഫേമസ് ആണ് പള്ളി. പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ വൈഫ് അമ്മിണി ഗോവിന്ദൻ. അമ്മിണിക്കാണ് നിലവിൽ ഡയാലിസിസ്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി ആദ്യമേ എന്ന് പറയാം. ഞാൻ ഏതാണ്ട് 82 കാലഘട്ടത്തിൽ പണിക്കിറങ്ങിയതാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 3 പെണ്ണും 2 ആണും. 3 പെങ്ങന്മാരെയും കെട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മേനെ നോക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു ഏതാണ്ട് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മിണിക്ക് പ്രഷർ കൂടി. ഈ പ്രഷർ കൂടിക്കഴിഞ്ഞ് ഇപ്പോൾ ഹൈ പ്രഷറായി. എന്താണ് ഈ പ്രഷർ കൂടാൻ കാരണമെന്ന് ഡോക്ടർ നമുക്കൊന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കിഡ്നിയിൽ പ്രോബ്ലം, സിസ്റ്റാന്ന് പറയുന്നു. 2 കിഡ്നിയിലും സിസ്റ്റ് പൊതിഞ്ഞിരിക്കുകയാണ്. ആ കിഡ്നി മാറ്റിക്കളയണം എന്നൊക്കെ അന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാൻ കൂലിപ്പണിക്കാരനാണ്. ഹൗസ് പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ്. ഈ പണി കൊണ്ട് കിട്ടുന്ന വരുമാനത്തിൽ എനിക്ക് കിഡ്നി മാറ്റി വയ്ക്കാനോ ബാക്കിയുള്ള കാര്യത്തിനോ എനിക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് നിലവിൽ അന്ന് തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 18 വർഷത്തോളമായി ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 2019 ഡയാലിസിസ് തുടങ്ങി. ആ ഡയാലിസിസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡയാലിസിസിനും ട്രീറ്റ്മെൻറ്റിനും കാശ് ചിലവുണ്ട്. അപ്പോൾ അത്രയും കാശ് അതും ആഴ്ചയിൽ 3 ഡയാലിസിസാണ്. ഇത്രയും കാശ് എനിക്ക് എൻ്റെ വരുമാനത്തിൽ നിന്ന് നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ 3 ഡയാലിസിസിന് വൈഫിൻ്റെ കൂടെ പോകണം, പേഷ്യൻറ്റിൻ്റെ കൂടെ പോകണം. ആ ദിവസങ്ങളിൽ എനിക്ക് പണിക്ക് പോകാനും കഴിയുന്നില്ല. ബാക്കി 3 ദിവസമാണ് എനിക്ക് പണിക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഡയാലിസിസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഈ പിറ്റേ ദിവസം ആൾ ടയേർഡാണെങ്കിൽ ചിലപ്പോൾ അന്നും പണിക്ക് പോകലും നടക്കില്ല. അപ്പോൾ ഈ കിട്ടുന്ന 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചാർജോ അല്ലെങ്കിൽ എൻ്റെ കുടുംബ ചെലവ് നടക്കണം,
അല്ലെങ്കിൽ ഡയാലിസിന് ചാർജ് അടയ്ക്കണം. കോലഞ്ചേരി മെഡിക്കൽ മിഷനിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഈ ഡയാലിസിന് ചാർജ് അടയ്ക്കണം. അതിനൊന്നും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് എന്നെ സഹായിച്ചു. അവരുടെ സഹായം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ പിടിച്ചു നിന്നു. ഇപ്പോൾ ഒട്ടും വയ്യാത്ത എനിക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. ഓടി എത്താനുള്ള കടവും വാങ്ങിക്കാവുന്നതിൻ്റെ പരമാവധി വാങ്ങിച്ചു. ആശുപത്രിയിൽ രോഗിയുടെ കൂടെ പോകുവാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് തൻ്റെ 3 ദിവസത്തെ പണി ഉപേക്ഷിച്ചാണ് ഗോവിന്ദൻ അമ്മിണിയെ ശുശ്രൂഷിക്കുന്നത്. ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വരുമാനവും ഇല്ലാതായി. പിന്നെ എനിക്ക് എപ്പോഴും അസുഖമായതുകൊണ്ട് ഭർത്താവിന് പണിക്ക് പോകാനായിട്ട് സാധിക്കണില്ല. ഇപ്പോൾ ഞാനൊരു ഡയാലിസിസ് പേഷ്യൻ്റ് കൂടിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നു. എനിക്ക് എൻ്റെ കൂടെ പോരാനൊന്നും ആരുമില്ല. അപ്പോൾ ഭർത്താവ് കൂടെ പോന്നാലേ ഈ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് പണിക്ക് പോകാനൊന്നും, ഒരു കൂലിപ്പണിക്കാരനാണ്, ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അപ്പോൾ പണിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ആൾക്കാരാണ്. അസ്വസ്ഥത കൊണ്ട് എനിക്ക് മിക്കവാറും വയ്യാത്ത ഒരവസ്ഥയായിട്ട് കിടപ്പിലാണ്. എപ്പോഴും കൂട്ടിയിരിക്കുന്ന ആൾ. ഇവിടെ വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾക്ക് സഹായിക്കാനും ആരുമില്ല. ഞങ്ങൾക്ക് മക്കൾ ദൈവം തന്നില്ല, ആരും സഹായത്തിനില്ല. അപ്പോൾ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. കൂടെ നിൽക്കാനും ഒന്നും ആരുമില്ല. പുള്ളിക്ക് പണിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ അവസ്ഥ കൊണ്ട്. വളരെ മോശ സ്ഥിതിയാണ് ഞങ്ങളുടെ. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ കൂടെ കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന മോഹവുമായി അമ്മിണി പ്രാർത്ഥിച്ചു കഴിയുന്നു. കിഡ്നി മാറ്റിവെക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങളെ കൊണ്ടാവില്ല. ഇപ്പോൾ ജീവിക്കാൻ തന്നെ കഷ്ടത്തിലാണ് ജീവിതം. ഡയാലിസിസ് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു പോകുന്നത്. അതിനൊന്നും ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല. ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് അല്ലാതെ മറ്റു മാർഗവുമില്ല. 2 കിഡ്നിയും പ്രവർത്തിക്കണില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ചികിത്സയ്ക്ക് ഒരു ദിവസത്തിൽ പോകാനുള്ള പൈസ വരെ ഞങ്ങളെ കൊണ്ട് സാധിക്കണില്ല. ഇപ്പം ആവതും എല്ലാവരും കഴിയണ സഹായം, ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായം ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ഞാൻ ചെയ്യണേ. ഡയാലിസിസ് ഇല്ലാതെ എനിക്ക് ജീവിതം പറ്റില്ല. അതുകൊണ്ടാണ് ജീവിക്കണത്. വളരെ കഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കണത്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം. ഒന്ന് സഹായിക്കണം. ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ജീവിതയാത്രയുടെ ഈ ഇടനാഴികളിൽ പ്രതീക്ഷയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് വഴി കാണാതെ ഇവർ നിൽക്കുമ്പോൾ സുമനസ്സുകളായ നിങ്ങളുടെ ഒരു ചെറിയ സഹായം പോലും വെളിച്ചത്തിൻ്റെ ഒരു ചെറുനാമ്പായി മാറി അവർക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഞാൻ ജിൽ ജോസഫ് മാവേലിൽ വാർഡ് മെമ്പറാണ്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഗോവിന്ദൻ ചേട്ടൻ്റേത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ ഭാര്യ, അതോടൊപ്പം തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദൻ ചേട്ടൻ. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വളരെയധികം സഹായങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആശ്രയ കിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈഫ് പദ്ധതിയിൽ ആദ്യം ഉൾപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അതിന് സാധിച്ചില്ല. ഇനി വരുന്ന ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം സഹായത്തിൻ്റെ ഒരു ചെറിയ കൈത്തിരിയായി മാറുവാൻ നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് എൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ അതിൻ്റെ വൈഫിന് സുഖമില്ലാതെ എൻ്റെ കിടപ്പാണ്. അതിന് ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ
പോയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. അതും പോകാൻ ആഴ്ചയിൽ 6 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസം പോകാൻ പറ്റണില്ല. അപ്പോൾ അത് ആശുപത്രിയിൽ ആഴ്ചയിൽ 4 ദിവസം പോകണം. അപ്പോൾ അത് സഹായങ്ങൾ ചെയ്തു തരാൻ വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. എനിക്കതൊരു ഷോക്ക് വന്ന മനുഷ്യനാണ്. എന്നെക്കൊണ്ടാണ് ഈ ഒന്നും ചെയ്യാനും പറ്റണമെന്നില്ല. എൻ്റെ പേര് മേരി എന്നാണ്. ഞാൻ അമണി ഗോവിന്ദൻ്റെ അയൽവക്കത്താണ് താമസിക്കുന്നത്. അവർ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് മതിയായില്ല. ഇനി സുമനസ്സുകളുടെ സഹായം കൂടി കിട്ടിയാൽ അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുവാൻ അപേക്ഷിക്കുന്നു. കിഡ്നി മാറ്റി വെച്ചിട്ട് ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. ഡയാലിസിസിലൂടെ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കണത്. പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ എപ്പോഴും ഈ ജീവിപ്പിക്കുന്നത്. പുള്ളീനെ സഹായിക്കാനും ആരുമില്ല. ചേട്ടനോടൊത്ത് കുറേ കാലം കൂടി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങളെ എല്ലാവരും സഹായിക്കണം. കുറച്ചു കാലം കൂടി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നെ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് എന്നെ സഹായിക്കണമെന്നും ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഗീവർഗീസ് എന്ന കുട്ടിക്ക് വേണ്ടി സമാഹരിച്ച തുക കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഗീവർഗീസ് ജന്മന രോഗിയാണ്. തല വളരുന്ന അസുഖമാണ്. അതുകൂടാതെ ഓട്ടിസവും ബാധിച്ചിട്ടുണ്ട്. ജനിച്ച് വളരെ നാളുകൾക്ക് ശേഷമാണ് നടക്കാനായിട്ട് തുടങ്ങിയത് തന്നെ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് അവന് സാധിക്കുകയില്ല. അവൻ്റെ അമ്മയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയും ഒരു രോഗിയാണ്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മൂത്ത സഹോദരനുണ്ടായിരുന്നതും മരിച്ചുപോയി. പിന്നെ ഏക ആശ്രയം കുടുംബത്തിനുണ്ടായിരുന്നത് ഈ സഹോദരി ജിനിയുടെ പിതാവാണ്. അദ്ദേഹവും 7 മാസം മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ജിനിയുടെ അമ്മയും ഈ കുട്ടിയുമാണ് അവരുടെ കുടുംബത്തിൽ ഉള്ളത്. അവരുടെ ഈ കുഞ്ഞിൻ്റെ ചികിത്സയൊക്കെ നടക്കുന്നത് പരസഹായം കൊണ്ടാണ്. ജിനിക്ക് ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാനോ പണം സമ്പാദിക്കാനോ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. ഈ വാകത്താനത്താണ്, കോട്ടയം ജില്ലയിലെ വാകത്താനത്താണ് അവരുടെ വീട്. ഈ അവസരത്തിലാണ് ഇവരെക്കുറിച്ച് അറിയുവാനും ഗുഡ്നസ് TVയിലൂടെ അവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനും ഞങ്ങളിടയായത്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ നിർലോഭമായിട്ട് ഉദാരമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് 1,48,000 രൂപ സമാഹരിക്കുവാനും കൊടുക്കുവാനും ഇപ്പോൾ സാധിക്കുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരെയും അനുസ്മരിച്ചുകൊണ്ട് ഗുഡ്നസ് TVയുടെ പേരിൽ അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ തുക ഞാനിപ്പോൾ ജിനിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ 500 രൂപ 1000 രൂപയൊക്കെ വെച്ചായിരിക്കാം തന്നത്. പക്ഷെ അതെല്ലാം കൂടി സ്വരൂപിച്ച് കൂട്ടിവെച്ചപ്പോൾ വലിയ ഒരു തുകയായിട്ട് മാറുകയാണ് ചെയ്തത്. അതുവഴിയായിട്ട് ഈ ഗീവർഗീസിൻ്റെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ചെലവഴിക്കുന്നതിനായിട്ട് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. ഗുഡ്നസ് TVക്ക് സംഭാവന ചെയ്യുന്നവർ വലിയ ധനികരോ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ആളുകളോ ഒന്നുമല്ല. നിർധനരും കൂലിക്കാരും അന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു തുക നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു.
എൻ്റെ 4 ദിവസത്തെ കൂലിയാണ്. 6 4 2400 രൂപ ഞാനിപ്പോൾ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി അയക്കുകയാണ്. അച്ഛനത് ആരോടും പറയരുത്. ഞാൻ തന്നതായിട്ടോ ഞാൻ കൊടുക്കുന്നതായിട്ടോ ആരും അറിയണ്ട. എനിക്ക് തരാനായിട്ടുണ്ടായിട്ടല്ല. പക്ഷേ ഈ മനുഷ്യരുടെയൊക്കെ ദുഃഖങ്ങളും വേദനകളും കാണുമ്പോൾ എനിക്ക് അവരെ സഹായിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു ചെറിയ തുക കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നും. അങ്ങനെയുള്ള ആളുകൾ തരുന്ന തുകയാണ് ഈ സമാഹരിച്ച് കൊടുക്കുന്നതിനായിട്ട് ഗുഡ്നസ് ടി വിക്ക് സാധിക്കുന്നത്. ഗുഡ്നസ് ടി വി ഈ പ്രോഗ്രാം ആരംഭിച്ച കാലം മുതൽ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ആത്മാർത്ഥമായിട്ടും നിസ്വാർത്ഥമായിട്ടും സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നതിനും അനേകർക്ക് ആശ്വാസം നൽകുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദിയോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള ആയുസ്സും ആരോഗ്യവും ശക്തിയും ദൈവം നിങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ഗീവർഗീസിനെയും അവൻ്റെ അമ്മയെയും ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് രോഗസൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും അവൻ കടന്നു വരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ലല്ലോ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ടും അവരെ നമുക്ക് സഹായിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഗുഡ്നസ് ടി വിയിലെ ശമരിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളെ സഹായിച്ച നല്ലവരായ എല്ലാ ആൾക്കാർക്കും നന്ദി രേഖപ്പെടും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗീവർസിൻ്റെ അമ്മയാണ് ഞാൻ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഗീവർസിന് വേണ്ടിയും പ്രാർത്ഥിക്കണം.